ഇപ്പോൾ നമ്മളായിരിക്കുന്നത് ജീസസ് ലൈഫ് ചേർച്ചിലെ ഒരു സഭാംഗമായ സജിബ്രദറിന്റെ വീട്ടിലാണ്. നെല്ലിക്കുന്നം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് സജിബ്രദർ ആൻഡ് ഫാമിലി. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമുക്കെല്ലാം നിങ്ങളൊന്ന് പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട്. പ്ലീസ്. എൻ്റെ പേര് സജി എന്നാണ്. ഇത് എൻ്റെ ഭാര്യ പ്രിസ്കില്ല സൂസൻ. ഇത് എൻ്റെ ഇളയ മകൻ ഏബൽ ഏബ്രഹാം. ഇതെൻ്റെ മൂത്ത മകൻ എമിൽ മാത്യു. ഞങ്ങൾ ജീസസ് ലൈഫ് ചർച്ചിൻ്റെ ഒരു കുടുംബമാണ്. ഇപ്പോൾ നമ്മളായിരിക്കുന്നത് ജീസസ് ലൈഫ് ചേർച്ചിലെ ഒരു സഭാംഗമായ സജിബ്രദറിന്റെ വീട്ടിലാണ്. നെല്ലിക്കുന്നം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് സജിബ്രദർ ആൻഡ് ഫാമിലി. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമുക്കെല്ലാം നിങ്ങളൊന്ന് പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട്. പ്ലീസ്. എൻ്റെ പേര് സജി എന്നാണ്. ഇത് എൻ്റെ ഭാര്യ പ്രിസ്കില്ല സൂസൻ. ഇത് എൻ്റെ ഇളയ മകൻ ഏബൽ ഏബ്രഹാം. ഇതെൻ്റെ മൂത്ത മകൻ എമിൽ മാത്യു. ഞങ്ങൾ ജീസസ് ലൈഫ് ചർച്ചിൻ്റെ ഒരു കുടുംബമാണ്. ഞാനൊരു കീബോർഡ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ 2005 സ്നാനപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് സഭകളിൽ ഞാൻ പോയി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്നെ വിളിച്ച് വേർതിരിച്ചതായിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലെത്തുവാൻ ആ സഭകളിൽ നിന്ന് എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഇങ്ങനെ കൊട്ടാരക്കര ജീസസ് ലൈഫ് ചർച്ചിനെ പറ്റി അറിയുകയും അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി വിലയിരുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ ഒരു ദിവസം ആ ചർച്ചിലെ ആരാധനയ്ക്ക് സംബന്ധിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പറഞ്ഞു, നീ തിരയുന്ന സഭ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ദൈവികമായിരിക്കുന്ന ഒരു ഉണർവിൻ്റെ ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നൊരു സഭ ഇതാണെന്നും ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു ആരാധനയും എല്ലാം എന്നെ വളരെയേറെ അതിലോട്ട് അടുപ്പിക്കുകയും അങ്ങനെ ഞങ്ങൾ കുടുംബമായി ഒരു തീരുമാനമെടുത്തു ആ സഭയിൽ മെമ്പറാകുകയും തുടർന്ന് ഈ ഒരു 4 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി സാമ്പത്തികമായും ആത്മീയമായും ശാരീരികമായും എല്ലാ നിലകളിലും ദൈവം അത്ഭുതകരമായി ഞങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതലായി വളരുവാൻ തക്കവണ്ണം ആ സഭ വളരെ കൈത്താങ്ങൽ തന്ന് ഞങ്ങളെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നേരത്തെ പറയുണ്ടായി, ചർച്ചിൽ വന്നിട്ട് കുറേ ആത്മീയമായും ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായി. അത് ഞങ്ങൾക്കും കേൾക്കാനൊരു ആഗ്രഹമാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ബിസിനസ് പരമായും ഒക്കെ ഒത്തിരി തകർച്ചയുടെ ഒരു അനുഭവത്തിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ കർത്താവിനെ കണ്ടതിന് ശേഷമാണ്, അതായത് കൽപ്പന അനുസരിച്ച് ഞാൻ ഈ സ്നാനപ്പെട്ട് ദൈവ സഭയോട് ചേരുകയും ആ കൽപ്പന അനുസരിക്കുകയും ചെയ്തതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണത്തിലേക്ക് ഞാൻ വന്നത്. അതിനു മുമ്പേ ഞാൻ ഒരു പാരമ്പര്യ സഭയിൽ അംഗമായി ജീവിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ അവിടെയും ആത്മീയ കാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിൽ നിന്നുവെങ്കിലും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയ അനുഗ്രഹത്തിന് പാത്രമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വളരെ തളർന്ന ഒരവസ്ഥയിലാണ് ഈ ദൈവം എന്നെ വിളിക്കുകയും എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഈ കൽപ്പന അനുസരിച്ച് ഞാൻ ഇറങ്ങുകയും ചെയ്തത്. അന്ന് ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളും എതിർപ്പുകളും ഒക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായെങ്കിലും ഇന്ന് അവരെല്ലാം സന്തോഷിക്കുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവം ഓരോ ദിവസവും ചെയ്യുന്ന മാറ്റങ്ങൾ, എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം ചെയ്യുന്ന മാറ്റങ്ങളെ ഓർക്കുമ്പോൾ അവരും ഈ ദൈവത്തെ അനേക വ്യക്തികൾ
ഈ ദൈവത്തെ സ്വീകരിക്കുവാൻ മുന്നോട്ട് എൻ്റെ കുടുംബത്തിൽ നിന്നും തയ്യാറായി വരികയും അങ്ങനെ അവർ ഒത്തിരി പേർ ഈ കൽപ്പന അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ആത്മീയ അനുഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ 2 കുഞ്ഞുങ്ങളും ഇന്ന് ഏറ്റവും നല്ല നിലയിൽ അനുഗ്രഹത്തോടു കൂടി ജീവിക്കുന്നു. അതാണ് ഏറ്റവും ഒരു തലമുറകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് അവരെ ദൈവത്തിൽ വളർത്തുക എന്നുള്ളതാണ്. ആ നിലയിൽ അവരെ നോക്കുമ്പോൾ അവരുടെ ഭാവി ജീവിതത്തിലാണെങ്കിലും ഇന്ന് വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാളൊക്കെ അനുഗ്രഹിക്കപ്രദമായ നിലയിൽ അവർ ആ ദൈവത്തോട് കൂടുതൽ അടുത്ത് സഞ്ചരിച്ചു പോകുന്നുണ്ട്. ആ ഒരു ആത്മീയ നന്മ അവരനുഭവിക്കുന്നുണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഏത് മേഖലയിൽ തളർത്തപ്പെട്ടുവോ ആ മേഖലയിൽ എന്നെ ഇന്ന് ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു ഗവൺമെൻറ് സർവീസിൽ നിന്നും ആ ഒരു ലെവലിലുണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ ഇന്ന് ഞാൻ ഒരു ബിസിനസ് ഫീൽഡിലേക്ക് കാൽ വെച്ചിരിക്കുകയാണ്. എന്നാൽ അവിടെ നിന്ന് വാങ്ങുന്ന ശമ്പളത്തിനുപരിയായി ഇന്ന് ദൈവം ഒരു 10-30 കുടുംബങ്ങൾക്ക് ശമ്പളം കൊടുക്കത്തക്ക നിലയിലേക്ക് പല ബിസിനസ്സുകളിൽ ദൈവം എന്നെ വളർത്തിയിട്ടുണ്ട്. അതുകൂടാതെ മാനസികമായി ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലാണെന്ന് മുൻപോട്ട് പോകുന്നത്. അതിന് പിന്നിൽ ഏറ്റവും വലിയൊരു സഹായകം എന്ന് പറയുന്നത് എൻ്റെ ദൈവപുരുഷൻ ഏത് സമയത്ത് വിളിച്ചാലും ഏത് സമയത്ത് കണ്ടാലും എൻ്റെ ഏത് ആവശ്യങ്ങളിലും എന്നോടൊപ്പം പ്രാർത്ഥിക്കുകയും എനിക്ക് കൈത്താങ്ങൽ തന്ന് എന്നെ വളർത്തുകയും ഉയർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ദൈവപുരുഷനാണ് എനിക്കിന്ന് സഭയിൽ ലഭിച്ചിരിക്കുന്നത്. അതിനെ ഓർത്ത് ഞാൻ അതിയായി. ഇപ്പോൾ നമ്മളായിരിക്കുന്നത് ജീസസ് ലൈഫ് ചേർച്ചിലെ ഒരു സഭാംഗമായ സജിബ്രദറിൻ്റെ വീട്ടിലാണ്. നെല്ലിക്കുന്നം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് സജിബ്രദർ ആൻഡ് ഫാമിലി. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമുക്കെല്ലാം നിങ്ങളൊന്ന് പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട്. അവൾ പ്ലീസ്. എൻ്റെ പേര് സജി എന്നാണ്. ഇത് എൻ്റെ ഭാര്യ പ്രിസ്കില്ല സൂസൻ. ഇത് എൻ്റെ ഇളയ മകൻ ഏബൽ എബ്രഹാം. ഇതെൻ്റെ മൂത്ത മകൻ എമിൽ മാത്യു. ഞങ്ങൾ ജീസസ് ലൈഫ് ചർച്ചിൻ്റെ ഒരു കുടുംബമാണ്. ഞാനൊരു കീബോർഡ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ നടത്തുന്ന ഒരു ദൈവപുരുഷനാണ്. നമ്മൾക്ക് വളരെ തിരക്കേറിയ ഓട്ടത്തിൻ്റെ നടുവിലും ഏത് ആവശ്യങ്ങളുടെ നടുവിലും എന്നെ പ്രാർത്ഥിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ കുടുംബത്തിന് വളരെ കൈത്താങ്ങലും സപ്പോർട്ടും തന്ന് നിലനിർത്തുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ വ്യക്തിപരമായുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു കുടുംബ ബന്ധം പോലെ ഒരു ബന്ധത്തിലാണ് ഞങ്ങൾ ഇന്ന് കഴിയുന്നത്. അത് ചർച്ചിലെ എല്ലാവരോടും ആ ഒരു ബന്ധം പാസ്റ്റർ പുലർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ ആ ദൈവപുരുഷനിൽ കാണുന്നൊരു പ്രത്യേകത. അത് ഒരു മാനസികമായ പ്രയാസമോ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ അതൊരു വലിയ സപ്പോർട്ടും ആശ്രയമാണ്. അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെല്ലാം ബലഹീനരാണ്. പല സന്ദർഭങ്ങളിൽ നമ്മൾ ബലഹീനമായിരിക്കുന്ന അവസ്ഥകളിൽ നമ്മളെ താങ്ങുവാൻ ഒരു വലിയ കരം എന്ന നിലയ്ക്ക് ആ ദൈവപുരുഷൻ എപ്പോഴും എനിക്കൊരു അനുഗ്രഹം തന്നെയാണ്. എൻ്റെ കുടുംബത്തിനൊരു അനുഗ്രഹമാണ്. സജിബ്രദറിൻ്റെ ഇളയ മോൻ നല്ലൊരു പാട്ടുകാരനും കൂടെയാണ്, ഏബൽ എബ്രഹാം. ഒരു നല്ല സ്വീറ്റ് വോയിസ് ആണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചേർച്ചിലേക്ക് അനേക പാട്ടുകൾ പാടുകയും ആ സൗണ്ട്, ദൈവം കൊടുത്ത ആ സൗണ്ട് ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഏബലിൻ്റെ ഒരു നല്ലൊരു പാട്ട് കേൾക്കാം. പ്രസാദം നീ നൽകുക.
ഇത്രയും നേരം നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവും അനുഗ്രഹിക്കപ്പെട്ട പാട്ടും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും നേരം നമ്മളുടെ സമയം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചേർച്ചായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു.